എല്ലാം സർവ്വതും കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ക്രിസ്തുയേശുവിന്റെ കന്യ നാമത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ പാടി സ്തുതിച്ച കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും കുടുംബമായി അവിടുന്ന് സമ്മാനിച്ച് അനുഗ്രഹിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ പാടി ആരാധിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവിക നന്മകൾ കർത്താവ് അവരുടെ സമൃദ്ധിയെ ചൊരിയേണ്ടതിനായി പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മധ്യസ്ഥ പ്രാർത്ഥന പരമേൽപ്പിച്ചിരിക്കുന്നത് രാകേഷ് ചെറിയ എന്ന പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പോൾ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് സഹായിക്കട്ടെ. നമ്മുടെ മൈക്കുകൾ പ്രാർത്ഥിക്കുന്ന ആൾ മാത്രം മൈക്ക് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ ഇടയാവും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ രാകേഷ് പാസ്റ്റർ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു നാമത്തിൽ ഇന്നത്തെ ഈ ചൊവ്വാഴ്ച കൂട്ടായ്മയിൽ കടന്നുന്ന എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഈ ജൂൺ മാസം 22-ാം ദിവസം സന്ധ്യാസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയും സ്തുതിസ്തോത്രത്തോടും കൂടെ ദൈവസന്നിധി ആയിരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ സാവകാശനായ സ്തോത്രം ചെയ്യുന്ന ഒരു ചൊവ്വാഴ്ച സന്ധ്യാസമയം കൂടി ദൈവസന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിക്കുവാനും അതുപോലെ കർത്താവിന് വചനം കേൾക്കുവാനൊക്കെ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സുപ്രത്യമായ ഇന്ന് ഈ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ മധ്യസ്ഥ പ്രാർത്ഥന സ്തോത്രം നയിക്കുവാൻ കർത്താവ് എന്നോട് കാണിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനുവേണ്ടി കർത്താവ് മുഖാന്തരമായി തീർത്ത NSO മിനിസ്ട്രീസിലെ സ്തോത്രം കർത്തദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. സ്തോത്രം. ചുരുക്കത്തിൽ ഉള്ള സമയം കൊണ്ട് ചില വിഷയങ്ങൾ പ്രസ്താവിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവിനാത്മാ നമ്മളെ സഹായിക്കട്ടെ. കഴിയുന്ന നാളിൽ അനേക വിഷയങ്ങൾ സ്തോത്രം NSO മിനിസ്ട്രിയുടെ കീഴിൽ അദ്ദേഹം ദേവദാസന്മാർ സ്തോത്രം ദൈവാത്മാവിന്റെ പ്രേരണയിൽ പ്രാർത്ഥിപ്പാനും സ്തോത്രം ചെയ്യുവാനും കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന അനേക വിഷയങ്ങൾ കാത്തിരിക്കുവാനും കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് സ്തോത്രം അത് ഉത്തരം ലഭിക്കുവാനും ചിലത് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ ലഭിക്കുവാൻ കർത്താവ് നമ്മോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടും. അപ്പോൾ പൗലോസ് റോമർക്കെതിരെ ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്ന പോലെ സ്തോത്രം ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുവാൻ നമുക്കൊരു കൃപ കർത്താവ് കാണിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. നാം ശക്തരായിട്ടില്ല, പക്ഷേ കർത്താവിന് കൃപയാൽ കർത്താവ് നമ്മെ ശക്തരാക്കിയത് ഓർത്ത് സ്തുതിക്കുന്നു. അതുവേണ്ടി അതുകൊണ്ട് അശക്തർക്ക് വേണ്ടി ക്ഷീണിച്ചിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പിന്മാറ്റക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമുക്ക് രോഗമില്ലായിട്ടല്ല എന്നാൽ അതിന് മധ്യത്തിൽ കർത്താവ് നമുക്ക് നൽകിയ ബലത്തിൽ അത് ദൈവകൃപയിൽ ആശ്രയിച്ച് എന്ന സന്ധ്യാസമയം പ്രാർത്ഥിപ്പാൻ കർത്താവ് ആത്മാ നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രാരംഭത്തെ വിഷയം ആദ്യത്തെ വിഷയം സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഷിജു പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഷിജു പാസ്റ്റർ ലൈനിലുണ്ടോ? ഷിജു ജോസഫ് ഇല്ല. ഓക്കെ. ജോയ് പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ വിഷയം പറയാം, ആൾക്കാരുണ്ടോയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി എന്നുള്ളത്. പാസ്റ്റർ ജോയ് ജോസഫ് പ്രാർത്ഥിക്കാം. ആദ്യത്തെ ഒന്നാമത്തെ വിഷയം NSO മിനിസ്ട്രീസിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം അവരെ സഭാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം മിനിസ്ട്രികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാലത്തെ ടീം പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്തോത്രം കർത്താവിനെ പ്രവർത്തിക്കും, അതൊന്നും നിന്നുപോയിട്ടില്ല. എന്നാൽ സ്തോത്രം ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് തടസ്സമായി തോന്നിയാലും കർത്താവ് തടസ്സമല്ല. നിങ്ങളെ കൊണ്ട് കർത്താവ് വൻ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം മിനിസ്ട്രിയുടെ സ്തോത്രം ഓരോ കർത്തദാസന്മാരെയും അവരെ കുടുംബങ്ങളായിട്ടും സഭയായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന് വലിയ പ്രവൃത്തി വരുന്ന ദിവസം കർത്താവ് അത് വിശാലമായ വഴി തുറക്കുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് എടുത്ത് നിൽപ്പാൻ സ്തോത്രം പൂർണ്ണ സജ്ജമായി നിൽപ്പാൻ മിനിസ്ട്രിയിലെ എല്ലാ ദേവദാസന്മാരും കർത്താവ് ബലപ്പെടുത്തുവാൻ മിനിസ്ട്രിയിലെ കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ അവരെ ടീം പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തിക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തിക വിഷയത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ തുറക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ലഭിക്കുന്ന സമ്പത്ത് കർത്താവിന് വേണ്ടി പങ്കുവെക്കുവാൻ കഴിയുന്ന ആൾ ചെയ്തതിന് ഉപരിയായി കർത്താവ് ചെയ്യുവാൻ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോയ് ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. പതിവുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗം എന്ന വിലയേറിയ വാക്യത്തിനായി കർത്താവിന് നന്ദിയോട് ഞങ്ങൾ വാഴ്ത്തുകയാണ്. കർത്താവ് ഞങ്ങൾ
പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്ന ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടെ നിന്ന് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശേഷം കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ പ്രാർത്ഥന വിഷയത്തെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മേസ്റ്റിയുടെ കർത്താവെ ഭാരവാഹികൾ കർത്താവിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നതായ കർത്താവിന്റെ വിശുദ്ധ ദാസന്മാരെ എല്ലാവരെയും കുടുംബമായി ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ദൈവം ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് തന്നിരിക്കുന്നതായ ദർശനത്തിന് അമലിലെ ഒത്തവണ്ണം കർത്താവിന്റെ വേലയിൽ കർത്താവെ ശക്തമായി ഈ പ്രവർത്തനത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ആത്മാവാം ദൈവം അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സിന്റെ ആത്മാവിനെ അവിടെ നിന്ന് പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഐക്യതയോട് നിന്നുകൊണ്ട് കർത്താവെ ഈ പ്രവർത്തനം അമലിലൂടെ വളരെ അനുഗ്രഹമായി കർത്താവെ സ്തോത്രങ്ങളിലും മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ദാസന്മാർക്ക് കൃപ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രങ്ങളിലൂയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ സഭകളെ എല്ലാം ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ പ്രവർത്തനം കഴിഞ്ഞ നാളുകളിൽ കർത്താവെ സ്തോത്രം ഏതെല്ലാം നിലവാരത്തിൽ കർത്താവെ ഏതെല്ലാം ദേശത്ത് സുവിശേഷ വേലയോടുള്ള വിധത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവെ ഈ ദിവസങ്ങൾ ശക്തമേറിയ ഒരു ദൈവിക ആമൻ വിടുതൽ കാണുവാൻ കർത്താവ് അവിടെ നിന്ന് സഹായിക്കണം. ഈ പ്രവർത്തനത്തിന് വേണ്ടിയതായ കർത്താവെ കൈത്താങ്ങലുകൾ കർത്താവെ സ്തോത്രം ആവശ്യമേറിയ സാമ്പത്തിക വഴികളെല്ലാം ദൈവം അവിടെ നിന്ന് നിവർത്തിയിരിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രഹല്ലേലൂയ. ഈ പ്രവർത്തനം തുടർന്ന് അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആത്മാവം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയുടെ മിക്ക സ്തോത്രം ക്രിസ്തുയേശുവിന്റെ തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ജിപ്സൺ പാസ്റ്റർ ജിപ്സൺ ജോസഫ് അടുത്ത വിഷയം. ജിപ്സൺ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അതിൽ സ്തോത്രം പ്രധാനമായി ചിലരെ ഓർത്ത് പ്രാർത്ഥിക്കാം. KSEBയിലെ ലൈൻമാൻമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. KSEBയിലെ ലൈൻമാൻമാർ അതുപോലെ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കുടുംബങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം നമ്മൾ വെള്ളം എത്തിക്കുന്ന സ്തോത്രം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയും അവിടെയുള്ള ജീവിതങ്ങളെയും കുടുംബങ്ങളെയും വഹിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ അവരെല്ലാം വിശ്വാസികളായിട്ടില്ല, പക്ഷേ നമുക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നതുകൊണ്ട് സ്തോത്രം അത് നമുക്ക് വെള്ളം കിട്ടുന്നു, കറണ്ട് കിട്ടുന്നു. സോ അത് ഏത് സമയത്തും അത് കറണ്ടും മുടങ്ങിയാൽ വെള്ളം മുടങ്ങിയാൽ അവർ രാത്രി എന്നോ പകലൊന്നും ഇല്ലാതെ അവർ അധ്വാനിച്ചാണ് നമുക്ക് ഈ കാര്യങ്ങൾ 24 മണിക്കൂർ ലഭിക്കുന്നത്. അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ കർത്താവ് അവരെ പരിപാലിപ്പാൻ കഴിയുന്ന ദിവസങ്ങളൊക്കെ അനേക ലൈൻമാൻമാർ ഷോക്ക് അടിച്ച് മരിച്ചു. സ്തോത്രം അതിനി സംഭവിക്കാൻ ഇല്ലാതെ കർത്താവ് അവരെ സ്പർശിക്കുക മാത്രം അവർ വിശ്വാസികളുമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം പാൽ കൊണ്ടുവരുന്ന മിൽമ ആയിക്കോട്ടെ, ജീവ ആയിക്കോട്ടെ, ഏത് പാൽ വിൽക്കുന്ന പാൽ കൊണ്ടുവരുന്ന അതേ ജീവിതങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. പത്രം കൊണ്ടുവരുന്ന നമുക്ക് വേണ്ടി പത്രം വീട്ടിൽ തരുന്ന പത്രം നമ്മുടെ വീട്ടുവാതിലേക്ക് വന്ന് ഇട്ട് തരുന്ന ജീവിതങ്ങൾ, മഴയില്ല വെയിലല്ല കോവിഡ് ആയാലും അവർ മുടങ്ങാതെ ഓരോ ദിവസം വന്ന് നമുക്ക് ഇട്ടല്ലോ. ആ പത്രക്കാരെ ഓർത്ത് അവരുടെ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ മീൻ വിൽക്കുന്ന ജീവിതങ്ങൾ, പലചരക്ക് വിൽക്കുന്ന ജീവിതങ്ങൾ, വ്യാപാരികൾ, പച്ചക്കറി വിൽക്കുന്നവരെ ഇവരെല്ലാം അങ്ങനെയുള്ള ജീവിതങ്ങളെല്ലാം കർത്താവിന്റെ കൈകൾ സമർപ്പിക്കുന്ന സന്ധ്യാസമയം നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് കർത്തൃദാസന്മാർ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരെ സ്പർശിക്കുകയും അവരെ വിടുവിപ്പാൻ അത് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. KSEBയിലെ ലൈൻമാൻമാർ, വാട്ടർ അതോറിറ്റിയിലെ ജീവിതങ്ങൾ, അതുപോലെ പാൽ, പത്രം, പലചരക്ക് വ്യാപാരികൾ, മീൻ വിൽക്കുന്ന ജീവിതങ്ങൾ, പച്ചക്കറി വിൽക്കുന്നവരെല്ലാം കർത്താവിന്റെ കൈകൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജിപ്സൺ പാസ്റ്റർ നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. നല്ല രാത്രി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ ഒരുമനപ്പെട്ട് ഏകമനസ്സോടെ ആത്മാവിന്റെ ഐക്യതയോടെ രാത്രിയിൽ അനേക വിഷയങ്ങൾ മധ്യസ്ഥത അണയ്ക്കുവാൻ രാത്രി ഞങ്ങളോട് കൃപ കാണിച്ചതിനായി നന്ദി പറയുന്നു. ഈ പ്രയർ ലീഡ് ചെയ്യുന്ന അഭിഷിക്തനായ സ്തോത്രം. ദാസന് ദൈവത്തിന്റെ വലിയ ആ സാന്നിധ്യത്തിൽ കർത്താവെ രാത്രി തിരിയുവാൻ ദൈവം കൃപ ചെയ്യുന്നല്ലോ. പ്രത്യേകിച്ച് ദാസൻ പറഞ്ഞതായ വിഷയങ്ങൾ കർത്തൃകരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് KSEBയിലുള്ള എല്ലാ ജീവനക്കാരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ വളരെ അധ്വാനം ചെയ്ത് അവര് രാമകളില്ലാതെ അധ്വാനം ചെയ്ത് പ്രത്യേകിച്ച് ഈ മഴയുടെ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാത്രി പോലും ഉറങ്ങാതെ ജോലി ചെയ്ത് അതുപോലെ തന്നെ ഒത്തിരി പേര് മരണപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവെ അവരെല്ലാം കുടുംബത്തിൽ അവരെ ആശ്വസിപ്പിക്കണമേ. വിശ്വാസികളൊക്കെ ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവരും ആവശ്യമായ എല്ലാ സ്ഥലങ്ങളിലും അതിന് കണക്ഷൻസ് പ്രയാസം വരുമ്പോൾ ഓടി വന്ന് അതെല്ലാം ക്ലിയർ ചെയ്യുവാൻ ആവശ്യമായ വെള്ളം തക്ക സമയത്ത് ലഭിക്കുവാൻ തക്കവണ്ണം അധ്വാനം ചെയ്യുന്ന വാർത്ത അതോറിറ്റിയുടെ എല്ലാ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ വിനയം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നുണ്ടല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പാല് വിതരണക്കാരെ നിബന്ധനകൾ ഏൽപ്പിക്കുന്നു. കൃത്യസമയത്ത് രാവിലെ തന്നെ അത് എത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. അതിനായി നന്ദി പറയുന്നു. കൃത്യസമയത്ത് രാവിലെ എല്ലാ സ്ഥലങ്ങളിലും രാവിലെ തന്നെ അത് എത്തിക്കുവാൻ തക്കവണ്ണം അവർ അക്ഷീണം പ്രയത്നിക്കുന്നല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അവരുടെ സേവനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജോലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പത്രം വീടുകളിൽ എത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുവാൻ കൃത്യസമയത്തിന് രാവിലെ എത്തിക്കുവാൻ അവരെ സഹായിക്കുന്നതിൽ അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അവരെ എല്ലാവരെയും കർത്താവ് സ്പർശിക്കുമാറാകണമേ. പ്രത്യേകിച്ച് മത്സ്യം രാവിലെ തന്നെ ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യ വ്യാപാരികളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തു. കച്ചവടക്കാരെ ഓർത്ത് സ്തോത്രം ചെയ്തു. വളരെ അധ്വാനം ചെയ്ത് വളരെ ദൂരം സൈക്കിളിൽ ചവിട്ടി അല്ലെങ്കിൽ വാഹനത്തിൽ അവരെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ അവരെ ദൈവ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. മറ്റു പ്രിയപ്പെട്ട ഞങ്ങൾ ഓർക്കുന്നു പച്ചക്കറി കച്ചവടക്കാരെ അതുപോലെ തന്നെ മറ്റു പലചരക്ക് വ്യാപാരം നടത്തുന്ന ബിസിനസ്സുകാരെ എല്ലാം ഞങ്ങൾ രാത്രിയിൽ ഓർക്കുന്ന കർത്താവെ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുമ്പോൾ അത് ഒന്നും തടസ്സപ്പെടാതെ വേണം. ഈ കോവിഡിന്റെ പ്രയാസങ്ങൾ വന്ന സമയത്ത് പോലും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവർ ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാം വരുന്ന എല്ലാവർക്കും ആ സാധനങ്ങൾ നൽകി കൊടുത്തുവിടുവാൻ തക്കവണ്ണം അവരെ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ രാത്രി ഞങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഈ പറഞ്ഞ വിഭാഗരെല്ലാം കർത്താവ് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥനയാചനം കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വിശ്വാസികളായ ആരോഗ്യ പ്രവർത്തകർക്കായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കും. വിശ്വാസികളായ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സ്വന്തം പലതരത്തിലുള്ള സ്റ്റാഫുകളുണ്ടല്ലോ, അവരെല്ലാം വിശ്വാസികളായവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്വന്തം ചില വിശ്വാസികളെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പ്രത്യേകിച്ചും വടക്കേന്ത്യയിൽ അവർ മരണപ്പെട്ട അനുഭവങ്ങൾ സ്വന്തം കേൾക്കാൻ ഇടവന്നു. സ്വന്തം വളരെ കഷ്ടപ്പെട്ട് അവർ മക്കളെ പ്രത്യേകിച്ചും പാസ്റ്റർമാരുടെ മക്കളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർമാർ അത് കഷ്ടപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മക്കളെ വളർത്തി അതേ സ്വന്തം നഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടും അവരെ പറഞ്ഞയച്ച് സ്വന്തം അവരിൽ പ്രത്യാശ വെച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്, സ്വന്തം ചെയ്യുന്നത്. പക്ഷേ കോവിഡ് നിമിത്തം അവരെ സ്വന്തം ജീവനെ പോലും വകവെക്കാതെ അനേക ദൈവമക്കൾ അതേ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ കഴിഞ്ഞ നാളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ഏർപ്പാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ദേവദാസന്മാരും ദൈവമക്കളെയും കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്വത്രം കർത്താവ് അവരെ ബലപ്പെടുത്തുവാൻ സഹായിപ്പാൻ നമുക്ക് അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വത്രം ഇനിയുള്ള ദൈവമക്കളും അതേ അവരെ കർത്താവ് ബലപ്പെടുത്തുവാൻ സ്വതീ രോഗാവസ്ഥയിൽ തരണം ചെയ്യുവാനുള്ള ധൈര്യവും ശക്തിയും കൊടുക്കുവാൻ അവരോർത്ത് പ്രാർത്ഥിക്കാം. പൊതുവെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് സ്വന്തം ഈ കോവിഡ് നിമിത്തമായിട്ട് ഒത്തിരി കഷ്ടങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. പല ഇടങ്ങളിലും അവരെ ഹീനമായി മർദ്ദിക്കുന്ന അനുഭവങ്ങൾ, അവരെ പരിഹസിക്കുന്ന അനുഭവങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാൽ എന്നിട്ടും അവർ കുടുംബങ്ങളായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുന്നു. സ്വതന്ത്രം പല ഇടങ്ങളിൽ പോയി അതേ അവർ പ്രയാസങ്ങൾ മറന്ന് അതേ അവർ അവരെ ജോലി ചെയ്യുന്നുണ്ട്, ആതുരസേവ ചെയ്യുന്നു. അവരുടെ നല്ല മനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കുവാനും അവരെല്ലാം സ്വതന്ത്രം രക്ഷിക്കപ്പെടാത്ത രക്ഷയുടെ അനുഭവത്തിൽ വരുവാനും അങ്ങനെയുള്ളവരെ ഓർത്തും നമുക്ക് സ്വതന്ത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. സ്വതന്ത്രം ലൈനിൽ ട്രീസ ജോസഫ് സഹോദരി, ട്രീസ ജോസഫ് പ്രാർത്ഥിക്കും. ഓക്കെ, ആ വിഷയത്തോട്ട് പ്രാർത്ഥിക്കും.
സ്തോത്രം 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 രാവിലെ സ്തുതിക്കുന്നു രാവിലെ വാഴ്ത്തുന്നു രാവിലെ ആരാധിക്കുന്നു കർത്താവേ മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗപിതാവേ സ്തോത്രം ചെയ്യുന്നപ്പോ അനുഗ്രഹിക്കപ്പെട്ട സകലയാമത്തിനാണ് സ്തുതിയാണ് എന്റെ കർത്താവിന്റെ പാദങ്ങളിന്റെയും അനേക മക്കൾ വാങ്ങിച്ചിട്ടുണ്ട് കർത്താവേ അവരെല്ലാവരെയും കർത്താവേ ായിട്ട് കർത്താവേ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ കർത്താവേ കർത്താവേ എല്ലാവരും കൊറോണ കാലത്ത് കർത്താവേ അവർ വേണ്ടി കർത്താവേ ഒരു ഭയമുണ്ടായിട്ടാണ് കർത്താവേ സഹായിക്കുന്നതിനേക്കാൾ സ്വന്തം ആമേൻ ആമേൻ ആമേൻ. കർത്താവിനോട് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ത്യയിലായിരിക്കുന്ന പോലീസുകാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ വിശ്വാസികളായ പോലീസുകാരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജീവിതങ്ങളുണ്ട്. അവരെല്ലാം കുടുംബങ്ങളായി വഹിച്ച് പ്രാർത്ഥിക്കാം. സേനയിലായിരിക്കുന്ന ഇന്ത്യയുടെ സേനയിലായിരിക്കുന്ന 3 തരത്തിലുള്ള സേനയുണ്ടല്ലോ. സ്വതന്ത്ര 3 സേനയിലുള്ള ദൈവമക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. പല സേനകളുടെ ക്യാമ്പുകളിൽ അത് ആരാധന നടക്കുന്നുണ്ട്. സ്തോത്രം. അവരുടെ ഭാഷകൾ ആരാധന നടക്കുന്നുണ്ട്. മലയാളികളെ അനേക ദൈവമക്കൾ രക്ഷ പ്രാപിച്ച് അവർ സ്വന്തം പാസ്റ്റർമാരായി തീർന്ന് അവർ സേനയിൽ ജോലിയുണ്ട്. കൂടാതെ അവർ സുശീല വേല ചെയ്യുന്നു. അവരെ കുടുംബങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കാം. ആ ക്യാമ്പുകളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളൊന്നും നിന്നു പോകാതെ അവർ നടത്തപ്പെടാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ശക്തിയിരിക്കാൻ, ധൈര്യപ്പെടുത്തുവാൻ, അനേക അവരെ മറ്റുള്ള ജീവിതങ്ങളെയും നേടുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇനിയും അവരെ സഹായിപ്പാൻ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം സ്വതന്ത്രം പല ക്യാമ്പുകളിലും അനേക സ്വതന്ത്രം സൈനികർക്ക് അവർ കോവിഡ് നിമിത്തമായിട്ട് വളരെ ഭാരപ്പെട്ടു. ചിലരൊക്കെ മരണം വഴിയായി മരണം നിമിത്തമായിട്ട് അവർ ഈ ലോകം വിട്ടുപോയി. അവരെ ആ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ തവണ വലിയ പ്രയാസമൊന്നുമില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. എങ്കിലും കർത്താവ് അവരെ സംരക്ഷിപ്പാനും അനേക ക്യാമ്പുകളിൽ പോലീസുകാരുടെയും അതുപോലെ സേനകളുടെയും ക്യാമ്പുകൾ, അത് സ്വന്തം വായുസേന, കരസേന, വ്യോമസേനയിലൊക്കെ ആയ ക്യാമ്പുകൾ, അനേക ജീവിതങ്ങൾ ഇനിയും കർത്താവിന് വേണ്ടി കർത്താവിന് ഭടന്മാരായി തീരുവാൻ ദൈവാത്മാവ് അവരെല്ലാം സ്പർശിപ്പാൻ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർ 10 വയസ്സ് മുതൽ അനേക ജീവിതങ്ങൾ, കാശ്മീരിലൊക്കെ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഭീകര പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്രം. അവരെ ഇന്ത്യൻ പട്ടാളത്തിനെതിരായി കല്ല് എറിയാൻ പഠിപ്പിക്കും. അതിനുവേണ്ടി ഓരോ ദിവസം 100 രൂപ കൊടുക്കും.
ഭീകരപ്രവർത്തനം, പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തകർക്ക് 100 രൂപ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുള്ള അറിയുന്ന കാര്യമാണ്. സ്തോത്രം. അപ്പോൾ ഭീകരപ്രവർത്തനങ്ങളോട് പ്രാർത്ഥിക്കാം, മാവോയിസ്റ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാം രക്ഷ പ്രാപിപ്പാൻ, നശിച്ചുപോകാൻ വേണ്ടിയുള്ള രക്ഷ പ്രാപിപ്പാൻ നമുക്ക് അവർ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷ വിരോധികൾ ഈ കോവിഡ് നടുവിലും സ്തോത്രം ഇന്ത്യയിലെ അനേക ദൈവമക്കൾ, ദൈവസഭകൾക്കെതിരായി സുവിശേഷ വിരോധികൾ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവർക്ക് മാനസാന്തരം നൽകുക. സ്തോത്രം. ലൈനിൽ ജോസി കാട്ടൂർ പാസ്റ്റർ ഉണ്ടോ? ജോസി കാട്ടൂർ. ഓക്കെ. പോലീസുകാർ, സൈനിക പ്രാർത്ഥിച്ചു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, പറയപ്പെട്ട വിഷയമായി അവിടുത്തെ സന്നിധിയിലേക്ക് വിശ്വാസികളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരെ അവിശ്വാസികളായിട്ടുള്ള സത്യസന്ധതയോടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് കൃപ ചെയ്യുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കന്യാകുമാരെ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ക്യാമ്പുകളായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൈന്യമായിട്ടുള്ള സംഘർഷത്തിലെ സേനകളെ അവരുടെ വിശ്വസ്തയോടെ അവരെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടല്ലോ, വലിയ മലനിരക്കുകളിലൊക്കെ വളരെ ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങൾ അറിയുന്നല്ലോ, കർത്താവരെ ബലപ്പെടുത്തണമേ. അവരാരും ചിന്തിച്ചു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ ശക്തീകരിക്കണം. പ്രത്യേക വിശ്വാസികളായിട്ടുള്ള സൈന്യാധിപന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ പിന്നെയും ബലപ്പെടുത്തുമാറാകണമേ. അനേകരെ നേടുവാൻ തക്കവണ്ണം ശക്തമായി നാളുകൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരായ പ്രാർത്ഥിക്കുന്നു. അവരെ ആ പൈശാസിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതലിലേക്ക് നടത്തണമേ. അവർക്ക് നല്ല സുബോധം നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് നടത്തുമാറാകണം. പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാവോയിസ്റ്റുകളെ ദൈവത്തിലേൽപ്പിക്കുന്നു. അതിൽപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരെ മാനസാന്തരത്തിലേക്ക് നടത്തണമേ. ആമേൻ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധവൽക്കരണ പരിശുദ്ധാത്മാവ് അവരുടെ പ്രാർത്ഥിക്കുകയാണ്. നരഭോഗ്യ നരസ്നേഹി ആക്കി മാറ്റുന്ന ദൈവസ്നേഹത്താൽ കർത്താവേ, അവിടുന്ന് കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുകയാണ്. കേൾപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ആമേൻ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസി റാൻസി ജോൺസൺ ഉള്ള ലൈനിൽ
നാൻസി ആൻറ്റി ഉണ്ട്. ഓക്കെ, പ്രാർത്ഥനാ വിഷയം പറയാം. സ്വതം ദൈവവചനം പറയുന്നത് ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാമെന്ന്. പക്ഷേ ഈ നാളുകൾ നമ്മുടെ തലമുറയിൽ കാണാൻ സാധിക്കുന്ന ബാലൻ്റെ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്, സഭ ഒരു വഴി വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടി അവനെ അഭ്യസിപ്പിക്കാം. പക്ഷെ നേരെ മറിച്ചാണ് നടക്കുന്നത്. ബാലന് ഇഷ്ടം പോലെയാണ് നമ്മൾ സ്വതന്ത്രം കാണാൻ സാധിക്കും. ലോകക്കാരും അതുപോലെ സ്വതന്ത്രം സഭകളിലൊക്കെ സ്വതന്ത്രം പെന്തക്കോസ്ത് വിശ്വാസികളൊക്കെ ബാലൻ്റെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താ വലിയ തലമുറ നശിച്ചുപോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കരച്ചിൽ കൂടുതൽ വേണ്ടി വരുന്ന ഒരു കാലഘട്ടം നമ്മളായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഭ കുഞ്ഞുങ്ങളെ വഹിച്ചും യുവജനങ്ങളെ വഹിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യമങ്ങളുടെ സ്വാധീനം അവരെ ശക്തിയോടെ അവരെ ഈ ദിവസങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിമിത്തമായിട്ട് ലഹരിയിൽ അകപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, കൂട്ടുകാർ നിമിത്തം അവർ ഗെയിമുകൾ കളിച്ച് ഗെയിമിൻ്റെ പ്രാന്തന്മാരായി തീർന്ന അനുഭവം, അതിനുവേണ്ടി പണം ചെലവാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന അനുഭവം നമ്മുടെ സ്വതന്ത്രം ദൈവമക്കളിൽ പലർക്കും അത് അവരെ അടിമപ്പെട്ട അനുഭവം നമുക്ക് കാണാനും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് അവരെ പിടിപ്പിക്കാം. അവർ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവങ്ങൾ, ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ, അന്യഭാഷ സ്തുതിക്കുന്ന അനുഭവങ്ങൾ അതേ കർത്താവർക്ക് നൽകുവാൻ, വേലയെക്കുറിച്ചുള്ള ഭാരം ഉള്ളവരായി തീരുവാൻ സ്വതന്ത്രം അതേ കർത്താവിൻ്റെ നാമത്തിൽ ലജ്ജിപ്പിക്കാതെ അതേ സ്വതന്ത്രം ലോകപരമായും ആത്മീയമായും അവർ അഭിവൃദ്ധി പ്രാപിപ്പാൻ നമുക്ക് നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി സഭാ നേതൃത്വം എന്തൊക്കെ ചെയ്യണം എന്ന ഈ ദിവസങ്ങൾ ആലോചന പ്രാപിച്ച് അതേ അവരെ ആകർഷിക്കുക എന്നൊരു അനുഭവം ഉപരിയായി അവരെ ആ വഴിയിൽ നടത്തുവാൻ, ആകർഷിച്ച് വഴി നടത്തുവല്ല, അവരെ പഠിപ്പിച്ച് അവരെ ബുദ്ധിയുപദേശം നൽകി അവർക്ക് വേണ്ടി ആവശ്യമുള്ള കൂട്ടായ്മകൾ നടത്തുവാൻ അതേ കർത്തദാസന്മാരെ കർത്താൻ ആത്മാവ് അവർക്ക് ആവശ്യമുള്ള ആലോചന നൽകി ബലപ്പെടുത്തുവാൻ നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെ ഓർത്തും അതുപോലെ സഭാ നേതൃത്വം ആവശ്യമുള്ള ഓരോ സഭകളായിരിക്കുന്ന കർത്തദാസന്മാരും അവരെ നേതൃത്വമുള്ള ദേവദാസന്മാരും അവർ ഈ ദിവസങ്ങൾ ആലോചന പ്രാപിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ന്യൂ ജനറേഷൻ സഭയിലേക്ക് കൂട്ടായ്മയിലേക്ക് കൂടുതൽ താല്പര്യപ്പെടുന്ന അനുഭവം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വരാതിരിപ്പാൻ, നമ്മുടെ സഭകൾ ശൂന്യമായി തീരാതിരിപ്പാൻ അതേ ദിവസങ്ങൾ നമ്മൾ തന്നെ ദൈവാത്മാവിൽ ചില കാര്യം കമ്മിറ്റിയായി ചിന്തിച്ച് പാസ്റ്റർമാരായി ഒക്കെ ഒരുമിച്ച് ചിന്തിച്ച് അതേ അവരെ ഹല്ലേലൂയ ദൈവസഭയിൽ തന്നെ നിലനിർത്തുവാൻ, വിശ്വാസം നിലനിർത്തുവാൻ ഒക്കെ വേലയ്ക്ക് വേണ്ടി അവർ കൈത്താങ്ങായി തീരുവാൻ ദൈവാത്മാവ് അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കുവാൻ, ആലോചന തരുവാൻ ദൈവസ്ഥലം നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആശയം നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുവാൻ അവരുടെ മാതാപിതാക്കൾക്കും
അവരെ സഹായിക്കുമാറാണ്. ദൈവത്തോട് ആരാധനയുണ്ടാകുവാൻ അപ്പാവേ ഹല്ലേലൂയ വചനം സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കരത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താഴ്ത്തിയെടുത്തിട്ട് അവരുടെ പ്രാർത്ഥന ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത അവസാനത്തെ വിഷയം സ്തോത്രം. പി എ ആൻ്റണി പാസ്റ്ററിൻ്റെ ആൻറ്റി ലൈനിലുണ്ടോ? പി എ ആൻ്റണി പാസ്റ്ററിൻ്റെ ആൻറ്റി ഉണ്ടോ? ഓക്കെ. വിഷയം പ്രാർത്ഥിക്കാം. അവസാനത്തെ വിഷയമാണ് സ്തോത്രം. വിശ്വാസത്തിൽ ഏകരായി വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ പലരുണ്ട്. സ്തോത്രം. വാർദ്ധക്യങ്ങളായിരിക്കുന്ന മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അവരെ ബലപ്പെടുത്തുവാൻ. അവർക്ക് പലർക്കും ഇങ്ങനെ ഓൺലൈനിൽ സൗകര്യങ്ങളിലുള്ള കയറുവാൻ സ്തോത്രം. മറ്റുള്ള പല പ്രശ്നങ്ങൾ അവർക്കുണ്ടല്ലോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന ജീവിതങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ പലരും അവർ സ്വന്തം വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ ഭാരപ്പെടുന്നു. അവർ വിശ്വാസം ഒട്ടും കുറയാതെ താഴ്ച നിൽപ്പാൻ ദൈവാത്മാവിനുള്ളവരെയും സഹായിപ്പാൻ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ സ്വന്തം പ്രസവകാലം അടുത്തിരിക്കുന്ന സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുഖമായ ഒരു പ്രസവം നൽകുവാൻ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് നൽകി അവരെ സ്വന്തം ആദരിക്കുവാൻ, അവരാവശ്യമുള്ള സാമ്പത്തിക വിഷയങ്ങളും മറ്റുള്ളതൊക്കെ എല്ലാം കർത്താവ് വഴിയിലും മുഖാന്തരം തുറക്കുവാൻ അങ്ങനെയുള്ളവരെ ഓർത്ത് നമുക്ക് സ്വതം ചെയ്ത് പ്രാർത്ഥിക്കും. പറയപ്പെട്ട 3 വിഷയങ്ങളെ ഓർത്ത് സ്വതം പ്രാർത്ഥിക്കുമ്പോൾ കർത്താദാസി നമ്മുടെ പ്രാർത്ഥനയിൽ നയിക്കും. സ്വതം ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. സമയം നൽകിയ ദേവദാസന്മാരോട് വീണ്ടും നന്ദി അറിയിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും സ്തോത്രത്തിൽ ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരെയും സ്തോത്രം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വപ്പെടുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാകേഷ് പാസ്റ്റർ നിങ്ങളുടെ വിഷയങ്ങളെ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചു. നല്ല കണ്ടതായ ആ വിജയത്തെ താല്പര്യമനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചു. എല്ലാത്തിനുമായി ദൈവത്തിന് പിന്നെയും നന്ദി പറയുകയാണ്. ഇപ്പോൾ നമ്മൾ തിരുവചനം കേൾക്കുവാൻ പോകും.